നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ ആഴ്സണലിനോട് PSG എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെട്ടിരുന്നു. ആ മത്സരത്തിനുള്ള സ്ക്വാഡിൽ അവരുടെ ഫ്രഞ്ച് സൂപ്പർ താരമായ ഡെംബലെ ഉണ്ടായിരുന്നില്ല. അച്ചടക്ക നടപടിയെ തുടർന്നായിരുന്നു അദ്ദേഹത്തെ ഒഴിവാക്കിയിരുന്നത്. റന്നസിനെതിരെയുള്ള മത്സരത്തിന് ശേഷം പരിശീലകനും ഡെംബലയും തമ്മിൽ ഒരു വാക്കുതർക്കം ഉണ്ടായി. മാത്രമല്ല, തൊട്ടടുത്ത ദിവസം ട്രെയിനിങ്ങിന് ഡെംബലെ വൈകിക്കൊണ്ടാണ് എത്തിയിരുന്നത്. ഇതോടുകൂടിയാണ് അദ്ദേഹത്തെ സ്ക്വാഡിൽ നിന്നും പരിശീലകനായ എൻറിക്കെ പുറത്താക്കിയിരുന്നത്. ഇന്ന് ഫ്രഞ്ച് ലീഗിൽ നടക്കുന്ന മത്സരത്തിൽ PSG കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. എതിരാളികൾ നീസാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:15 നീസിൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. ഈ മത്സരത്തിനുള്ള സ്ക്വാഡിലേക്ക് ഡെംബലെ ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇതേക്കുറിച്ച് ചില കാര്യങ്ങൾ എൻറിക്കെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. കലിപ്പാവേണ്ട സമയത്ത് താൻ കലിപ്പാവുക തന്നെ ചെയ്യും എന്നാണ് എൻറിക്കെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇപ്പോഴും എനിക്ക് ആവർത്തിക്കാനുള്ളത്. ക്ലബിൻ്റെ നിയമങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ ആ താരം കളിക്കാൻ തയ്യാറല്ല എന്നാണ് അതിനർത്ഥം. അതേസമയം അനുസരിക്കുകയാണെങ്കിൽ അദ്ദേഹം കളിക്കാൻ റെഡിയായി എന്നാണ് അർത്ഥം. എല്ലാ താരങ്ങൾക്കും ഇത് ബാധകമാണ്. ടഫാവേണ്ട സമയത്ത് അഥവാ കലിപ്പാവേണ്ട സമയത്ത് ഞാൻ അങ്ങനെ കലിപ്പാവുക തന്നെ ചെയ്യും. ഒരു പരിശീലകൻ എന്ന നിലയിലും ഒരു വ്യക്തി എന്ന നിലയിലും എൻ്റെ കൈവശമുള്ള ഏറ്റവും വലിയ കപ്പാസിറ്റിയും ഇത് തന്നെയാണ്. ഇതാണ് PSG സ്പാനിഷ് പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും പ്രശ്നങ്ങളൊക്കെ ഒത്തുതീർന്നു എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെയാണ് ഡെംബലെ തിരികെ വരുന്നത്. മികച്ച പ്രകടനം ഈ സീസണിൽ പുറത്തെടുക്കാൻ സൂപ്പർ താരത്തിന് കഴിയുന്നുണ്ട്. 4 ഗോളുകളും 4 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്നത്തെ മത്സരത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിലും ഡെംബലെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.